ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവിഷൻ അണ്ടർ സിവിൽ പ്രൊസീജിയർ കോഡ് 1908നെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. റിവിഷൻ എന്ന വാക്കിൻ്റെ ലിറ്ററൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ ടു ലുക്ക് എഗെയിൻ, ചെയ്ത കാര്യം ഒന്നുകൂടെ പുനഃപരിശോധിക്കുക എന്നൊക്കെ പറയാം. സെക്ഷൻ 115 ഓഫ് CPC ആണ് ഹൈക്കോടതിക്ക് ഈ ഒരു പവർ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു സബോർഡിനേറ്റ് കോർട്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു കേസ് റിവൈസ് ചെയ്യാനുള്ള ഒരു പവർ ഹൈക്കോടതിക്ക് CPC പ്രകാരം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ സബോർഡിനേറ്റ് കോർട്ട്സ് അവർക്ക് കൊടുത്തിട്ടുള്ള പവർ അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ലീഗലി അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടോ അല്ലെങ്കിൽ ആർബിട്രറി ആയിട്ടോ ഒക്കെ ഉപയോഗിക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. With the power of revision, High Court can correct the jurisdictional error committed by the subordinate court. സബോർഡിനേറ്റ് കോർട്ട്സ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ജൂറിസ്ഡിക്ഷണൽ എറർ ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതിക്ക് ഇങ്ങനൊരു പവർ കൊടുത്തിട്ടുള്ളത്. അതായത് റിവിഷൻ എന്ന പവർ ഹൈക്കോടതിക്ക് കൊടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ സബോർഡിനേറ്റ് കോർട്ട്സ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ജൂറിസ്ഡിക്ഷണൽ എറേഴ്സ് ഒക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The provision of revision is giving a chance to the aggrieved party to get their non-appealable orders rectified. So ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും റിവിഷൻ ചെയ്യുന്ന സമയത്ത് അത് നോൺ അപ്പീലബിൾ കേസ് ആയിരിക്കണം. അതായത് നോൺ അപ്പീലബിൾ ഓർഡറിൻ്റെ മുകളിൽ മാത്രമാണ് ഹൈക്കോടതിക്ക് റിവിഷൻ പവർ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നോൺ അപ്പീലബിൾ ഓർഡർ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കൊടുക്കുകയാണ് ഈ റിവിഷൻ എന്നുള്ള പ്രൊവിഷൻ. അതായത് അഗ്രീവ്ഡ് പാർട്ടിക്ക് ഈ നോൺ അപ്പീലബിൾ ഓർഡേഴ്സിൻ്റെ മുകളിലുള്ള റെക്ടിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ റിവിഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കണ്ടീഷൻസ് ഫോർ റിവിഷൻ ആണ്. അതായത് എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു സബോർഡിനേറ്റ് കോടതിയുടെ ഡിസിഷൻ്റെ മുകളിൽ ഹൈക്കോടതിക്ക് റിവിഷണൽ പവർ എക്സസൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എ കേസ് മസ്റ്റ് ഹാവ് ബീൻ ഡിസൈഡഡ്. ഒരു കോടതി ഒരു പെർട്ടിക്കുലർ കേസ് ഡിസൈഡ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ഈ ഡിസൈഡ് ചെയ്തിട്ടുള്ള കോടതി എന്ന് പറയുന്നത് ഹൈക്കോടതിക്ക് സബോർഡിനേറ്റ് ആയിരിക്കണം. അതായത് ഹൈക്കോടതിയുടെ താഴെയുള്ള ഒരു കോർട്ടായിരിക്കണം ഈ ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ മുകളിൽ ഡിസൈഡ് ചെയ്തിട്ട് ഉണ്ടായിരിക്കേണ്ടത്. മൂന്നാമതായിട്ട് ദ ഓർഡർ ഷുഡ് നോട്ട് ബി ആൻ അപ്പീലബിൾ വൺ. ഈ ഒരു പെർട്ടിക്കുലർ സബോർഡിനേറ്റ് കോർട്ട് പാസ്സാക്കിയിട്ടുള്ള ഓർഡറിൻ്റെ മുകളിൽ ഫർദർ അപ്പീലിനൊന്നും പോകാൻ പറ്റരുത്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ കോർട്ട് പാസ്സാക്കിയിട്ടുള്ളത് ഒരു നോൺ അപ്പീലബിൾ ഓർഡർ ആയിരിക്കണം. ആൻഡ് നാലാമതായിട്ട് ദ സബോർഡിനേറ്റ് കോർട്ട് മസ്റ്റ് ഹാവ് എക്സസൈസ് ജൂറിസ്ഡിക്ഷൻ നോട്ട് വെസ്റ്റഡ് ഇൻ ഇറ്റ്. അതായത് ലോ അവരുടെ മുകളിൽ വെസ്റ്റ് ചെയ്യാത്ത ജൂറിസ്ഡിക്ഷൻ ആയിരിക്കണം ഈ സബോർഡിനേറ്റ് കോർട്ട് എക്സസൈസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കേണ്ടത്. രണ്ടാമതായിട്ട് ഫെയിൽ ടു എക്സസൈസ് ജൂറിസ്ഡിക്ഷൻ വെസ്റ്റഡ് ഇൻ ഇറ്റ്. അവരുടെ മുകളിൽ വെസ്റ്റ് ചെയ്തിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്യുന്നതിൽ അവർ ഫെയിൽ ആയിട്ടുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് ആക്റ്റഡ് ഇൻ ദ എക്സസൈസ് ഓഫ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ ഇല്ലീഗലി ഓർ മെറ്റീരിയൽ ഇറഗുലാരിറ്റി. ഈ ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അവർ എന്തെങ്കിലും മെറ്റീരിയൽ ഇറഗുലാരിറ്റി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അവർ ഇല്ലീഗലി ആക്ട് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. അതായത് ഈ ഒരു ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഇല്ലീഗലി ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അവരെന്തെങ്കിലും മെറ്റീരിയൽ ഇറഗുലാരിറ്റി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഹൈക്കോടതി റിവിഷണൽ പവർ ഈ സബോർഡിനേറ്റ് കോർട്ടിൻ്റെ ഡിസിഷൻ്റെ മുകളിൽ എക്സസൈസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവരോട് പറയാത്ത കാര്യം അവർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, രണ്ടാമത് അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം അവർ ചെയ്യാണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, മൂന്നാമതായിട്ട് ഈ ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അവർ എന്തെങ്കിലും മെറ്റീരിയൽ ഇറഗുലാരിറ്റി കമ്മിറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ അവർ ഇല്ലീഗലിയാണ് ഈ ഒരു പെർട്ടിക്കുലർ ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ റിവിഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.
ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.